ഹലോ വ്യൂവേഴ്സ്, ഇൻഫിനിറ്റി GTXലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിനും ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിനും നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ പ്ലേ സ്റ്റോറിലും ഇൻ്റർനെറ്റിലും അവൈലബിൾ ആണ്. അതിലുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ പേര് സൂം എന്നാണ്. ഇത് കാണുന്ന ചിലർ സൂം ഉപയോഗിക്കുന്നവരായിരിക്കും. സൂം എന്തിനാണ്, സൂം സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, സൂം ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഗൂഗിൾ എടുക്കുക, നേരെ സൂം എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം തന്നെ വരുന്നത് സൂം വീഡിയോ കോൺഫറൻസിങ് സോഫ്റ്റ്വെയർ ആയിരിക്കും. നമുക്കതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, പ്ലാൻ ആൻഡ് പ്രൈസിങ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഡൗൺലോഡ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യാം. അതേസമയം നമുക്ക് ഈ ടാബിൽ പ്ലാൻ ആൻഡ് പ്രൈസിങ്ങും കൂടെ ഒന്ന് നോക്കാം. പ്ലാൻ ആൻഡ് പ്രൈസിങ്ങിൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു മീറ്റിംഗ് തരുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ അവരതിനെ ഓരോന്നിനും ഓരോ ഇയർലി ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മന്ത്ലി ബേസ്ഡ് ആയിട്ട് ക്യാഷ് വാങ്ങുന്നുണ്ട്. ഇതിനകത്ത് നോക്കിക്കേ, എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 100 പേരെ വെച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് 100 പേരെ വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് 40 മിനിറ്റ് മാത്രമേ അവർ അനുവദിക്കത്തുള്ളൂ. 40 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ഡിസ്കണക്റ്റ് ആകും. നമുക്ക് ആ മീറ്റിംഗ് ഒന്നും കൂടെ കണക്ട് ചെയ്താൽ മതിയാകും. ഇങ്ങനെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും മീറ്റിംഗ് എടുക്കാൻ സാധിക്കും ഫ്രീ വേർഷനിൽ. പ്രോ മറ്റുമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കവർ അൺലിമിറ്റഡ് മീറ്റിംഗ് ആണ് തരുന്നത്. കണ്ടോ, അൺലിമിറ്റഡ് ഗ്രൂപ്പ് മീറ്റിംഗ് ആണ് ബാക്കിയുള്ളതെല്ലാത്തിലും അവർ തരുന്നത്. പക്ഷേ നമുക്കതിനൊക്കെ കാശ് ചിലവുണ്ട്. നമുക്ക് കാശ് ചിലവില്ലാത്ത ഫ്രീ ആയിട്ടുള്ളത് ഉപയോഗിക്കാം. പിന്നെ അൺലിമിറ്റഡ് 1-to-1 മീറ്റിംഗ് ആണ്. അതായത് 2 പേര് തമ്മിലാണ് മീറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അതിൽ നമുക്ക് സംസാരിക്കാം. അതായത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാനും മറ്റുമൊക്കെ നമുക്ക് സൂം വേണമെങ്കിൽ ഉപയോഗിക്കാം. 2-ൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ 40 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീറ്റിംഗ് കട്ടായിക്കത്തുള്ളൂ. ഇനി ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിലോട്ട് പോകാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് ഡൗൺലോഡ്. നോക്കിക്കേ, റിസോഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഡൗൺലോഡ് സൂം ക്ലയൻ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഡൗൺലോഡ് സൂം ക്ലയൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഗൂഗിളിലൂടെ. അവിടെ നമുക്ക് ഡൗൺലോഡ് സെൻറ്ററിൽ സൂം ക്ലയൻറ്റ് ഫോർ മീറ്റിങ്ങിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. വലിയ സൈസൊന്നുമില്ല, 14 MB മാത്രമേ നമുക്ക് സൂമിന് വേണ്ടി ആവശ്യമായിട്ടുള്ളൂ. നമ്മുടെ സൂം ആപ്ലിക്കേഷൻ ഡൗൺലോഡായി കഴിഞ്ഞു. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടോ, സൂം ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞ ഒരു വിൻഡോ ഓപ്പൺ ആയി. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, അത് തന്നെ തനിയെ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. ഇവിടെ ജോയിൻ എ മീറ്റിംഗ് എന്നും സൈൻ ഇൻ എന്നും ചോദിക്കുന്നുണ്ട്. നമുക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ജിമെയിൽ ഐ ഡി. നമ്മൾ ജിമെയിലിൽ കയറുന്നത് പോലെ ആ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ഇവിടെയും കയറാൻ സാധിക്കും. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ സെലക്ട് ചെയ്യുക. നേരെ നമ്മുടെ ബ്രൗസറിലോട്ടായിരിക്കും അത് ഓപ്പൺ ആകുന്നത്. അവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ ഉള്ള എൻ്റെ ഒരു യൂസർ നെയിം ഞാൻ ക്ലിക്ക് ചെയ്തു. അതുകൊണ്ട് എന്നോട് പാസ്വേഡ് ചോദിച്ചിട്ടില്ല. അത് ഡയറക്റ്റായിട്ട് സൂം മീറ്റിംഗ് ഓപ്പൺ ചെയ്യട്ടെ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാനത് ഓപ്പൺ സൂം മീറ്റിംഗ് കൊടുത്തു. കണ്ടോ, നമ്മുടെ മീറ്റിംഗ് ഓപ്പണായി വന്നു. മീറ്റിംഗ് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. മീറ്റിംഗ് കണക്ട് ചെയ്യുന്നെങ്കിൽ ഒരു ID നമ്മളെപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ മീറ്റിംഗ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ മീറ്റിംഗ് ID അവർ തരും. സോ ആ പേഴ്സണൽ മീറ്റിംഗ് ID ആണ് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ മീറ്റിംഗ് ID ഒരിക്കലും മാറത്തില്ല.
നമ്മളൊരു അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി നമുക്ക് കിട്ടുന്നത് അത് യുണീക്ക് ആയിരിക്കും, ഒരിക്കലും അത് ചേഞ്ച് ആകത്തില്ല. ഈ മീറ്റിംഗ് ഐ ഡി ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ മീറ്റിംഗ് ഐ ഡി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. എന്നാൽ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാന് ചൂസ് ചെയ്തേ മതിയാകൂ. ഫ്രീ ആയിട്ട് എടുക്കുന്നതിൽ നമുക്ക് നമ്മുടെ മീറ്റിംഗ് ഐ ഡി ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമുക്കിവിടെ പാസ്വേഡും കൂടെ കൊടുക്കണം. എല്ലാവർക്കും നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഈ പാസ്വേഡും കൂടെ എൻ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. തിരിച്ച് നമുക്ക് ഹോമിലോട്ട് പോകാം. ഹോമിലോട്ട് പോകുമ്പോൾ ന്യൂ മീറ്റിംഗ് എന്നും ജോയിൻ എന്നും ഇവിടെയുണ്ട്. ന്യൂ മീറ്റിങ്ങിൻ്റെ താഴെ ഒരു ആരോ ബട്ടണും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസ് മൈ പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി എന്ന് ചോദിക്കുന്നുണ്ട്. പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി ടിക്ക് ചെയ്യാതിരുന്നാൽ ഓരോ പ്രാവശ്യം മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് പുതിയ മീറ്റിംഗ് ഐ ഡികളായിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. കാരണം നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ 40 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീറ്റിംഗ് കട്ടാകും. പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി ഉപയോഗിച്ചില്ലെങ്കിൽ ഓരോ മീറ്റിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് പുതിയൊരു മീറ്റിംഗ് ഐ ഡി ആയിരിക്കും വരുന്നത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നമ്മൾ ആ പുതിയ മീറ്റിംഗ് ഐ ഡി ഷെയർ ചെയ്യേണ്ടി വരും. എന്നാൽ പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 40 മിനിറ്റ് കഴിഞ്ഞ് മീറ്റിംഗ് കട്ടാകുമ്പോഴത്തേക്ക് അതേ മീറ്റിംഗ് ഐ ഡി ഉപയോഗിച്ച് തന്നെ അവർക്ക് ഇതിനകത്ത് തിരിച്ച് ജോയിൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് സ്റ്റാർട്ട് വിത്ത് വീഡിയോ കൊടുക്കുമ്പോഴത്തേക്ക് ആ ക്രോസ് സിമ്പൽ മാറി. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ വെബ് ക്യാമറ ഉണ്ടെങ്കിൽ, നമ്മുടെ ലാപ്ടോപ്പുകളിലാണെങ്കിൽ അതിനകത്ത് വെബ് ക്യാമറകളുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ക്യാമറകൾ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കണ്ട് സംസാരിക്കാം. അതല്ല ക്യാമറ വേണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് വിത്ത് വീഡിയോ അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇവിടെ മീറ്റിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് ഈ മീറ്റിംഗ് ഐ ഡി നമുക്കിതിൽ കോപ്പി ചെയ്യാനും സാധിക്കും. മീറ്റിംഗ് ഐ ഡി മാത്രം കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കോപ്പി ഐ ഡി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അതല്ല മീറ്റിംഗ് ഇൻവിറ്റേഷൻ കോപ്പി ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവിറ്റേഷൻ കോപ്പി ചെയ്യാം. ഇൻവിറ്റേഷൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആ ഇൻവിറ്റേഷൻ ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യുകയാണ്. കണ്ടോ, എൻ്റെ പേര് വെച്ചാണ് ഇതിൽ വന്നേക്കുന്നത്. ഞാൻ സൂം മീറ്റിങ്ങിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടോപ്പിക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ജോയിൻ മീറ്റിംഗ് ഐ ഡി എന്ന് പറഞ്ഞ് അവർക്കൊരു URL കൊടുക്കുന്നുണ്ട്. ഈ URL ക്ലിക്ക് ചെയ്താലും അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മീറ്റിങ്ങിലോട്ട് ജോയിൻ ചെയ്യാം. അതല്ല മീറ്റിംഗ് ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ജോയിൻ ചെയ്യാനും അവർക്ക് സാധിക്കും. നമുക്കൊരു മീറ്റിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ ന്യൂ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമുക്ക് മീറ്റിംഗ് കണക്റ്റ് ആയതിന് ഉടനെ ചോദിക്കുന്നുണ്ട് ജോയിൻ ഓഡിയോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ജോയിൻ വിത്ത് കമ്പ്യൂട്ടർ ഓഡിയോ കൊടുക്കാം. അതായത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മൈക്കോ ഹെഡ്ഫോണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും കണക്റ്റ് ആകുന്നത്. ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ കൂടെ വരുന്ന സാധാരണ ഹെഡ്ഫോണുകൾ, മൊബൈലിൽ ഉപയോഗിക്കുന്ന സാധാരണ ഹെഡ്സെറ്റുകൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലും ഏകദേശം എല്ലാ ലാപ്ടോപ്പിലും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ മ്യൂട്ടെന്ന് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ മൈക്കോ സ്പീക്കറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സെലക്ട് ചെയ്ത് നോക്കാം. മൈക്രോഫോണും സ്പീക്കറും വർക്കിംഗ് ആണെന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് സ്പീക്കർ, ടെസ്റ്റ് മൈക്രോഫോൺ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓഡിയോ സെറ്റിങ്സുകൾ ചെയ്യാം. അതൊന്നും നമുക്ക് ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്കാണെങ്കിൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ മൈക്ക് ഓൺ ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കാം. നമുക്ക് വീഡിയോ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസും മറ്റു കാര്യങ്ങളും അവർക്ക് കാണാനും സാധിക്കും. ഇവിടെ നമുക്ക് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മാനേജ് പാർട്ടിസിപ്പൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റിങ്ങിൽ ആരൊക്കെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അവരുടെ ലിസ്റ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതിൽ ഹോസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മളായിരിക്കും. മീറ്റിംഗ് തുടങ്ങിയ ആളെ ആയിരിക്കും ഹോസ്റ്റ് എന്ന് എഴുതിയിരിക്കുക. അതുപോലെ നമുക്ക് ഈ മീറ്റിങ്ങിനകത്തുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചാറ്റ് ഉണ്ട്. ചാറ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കുകയും ചെയ്യാം. നമ്മുടെ ഫയലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫയല് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അവർക്ക് അവിടെ ലഭിക്കും. ഈ ചാറ്റിലുള്ള എല്ലാവർക്കും ലഭിക്കും. അതല്ല നമുക്ക് ഒരാൾക്ക് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ എവരിവൺ മാറ്റിയിട്ട് ഇവിടെ ആ മീറ്റിങ്ങിലുള്ള ആളുകളുടെ പേര് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ആ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആൾക്ക് മാത്രമായിട്ട് ചാറ്റ് ചെയ്യാനും സാധിക്കും. ആ ആൾക്ക് മാത്രമായിട്ട് ഫയലുകൾ ഷെയർ ചെയ്യാനും നമുക്ക് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യാനും. അപ്പോൾ ഇത്രയുമാണ് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഷെയർ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനും മറ്റും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും.
അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ PPTയോ നമ്മൾ എന്തെങ്കിലും വേർഡിലോ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞ് കൊടുത്താലും മതിയാകും. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഇതിനകത്ത് റണ്ണാകുന്ന ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വേണമെങ്കിലും മാത്രവും നമുക്കിതിനകത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്രീനിൻ്റെ ഒരു പോർഷൻ മാത്രം നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കോ അതിനകത്തുള്ള ഓഡിയോ മാത്രമെങ്കിൽ അങ്ങനെയും ഷെയർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഇതും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചാറ്റിനകത്തുള്ള ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളതും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സെക്യൂരിറ്റി ടാബിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സെക്യൂരിറ്റി ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ലോക്ക് മീറ്റിംഗ്, എനേബിൾ വെയിറ്റിംഗ് റൂം, ഷെയർ സ്ക്രീൻ, അതുപോലെ ചാറ്റ്, റീനെയിം ദംസെൽഫ്, അൺമ്യൂട്ട് ദംസെൽഫ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. എനേബിൾ വെയിറ്റിംഗ് റൂം നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് മീറ്റിങ്ങിൽ ആളുകൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവരെല്ലാം ഡയറക്റ്റ് മീറ്റിങ്ങിലോട്ട് എൻ്റർ ചെയ്യാതെ ഒരു വെയിറ്റിംഗ് റൂം പോലെ ക്രിയേറ്റ് ആയി അതിനകത്തായിരിക്കും അവരുടെ നെയിംസ് ഉണ്ടാകുക. നമ്മുടെ പാർട്ടിസിപ്പൻസ് എടുക്കുമ്പോഴത്തേക്ക് അവിടെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് അവിടെ കാണിക്കുകയായിരിക്കും. നമുക്കൊന്ന് എനേബിൾ വെയിറ്റിംഗ് റൂം ടിക്ക് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം വേറൊരു അക്കൗണ്ടിൽ നിന്ന്. നോക്കിയേ, ഇവിടെ വെയിറ്റിംഗ് റൂം 1 എന്ന് പറഞ്ഞ് ഒരാളെ വെയിറ്റിംഗ് റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളത് അഡ്മിറ്റ് കൊടുത്താൽ മാത്രമേ ജോയിൻ ആകാൻ വേണ്ടി ആ ആൾക്ക് സാധിക്കത്തുള്ളൂ. അഡ്മിറ്റ് കൊടുത്തു, അതിന് ജോയിനിങ് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടുന്ന് ജോയിനിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ടാബിനകത്തുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഷെയർ സ്ക്രീൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ പാർട്ടിസിപ്പൻസിന് ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ചാറ്റ് ടിക്ക് ചെയ്താൽ മാത്രമേ പാർട്ടിസിപ്പൻസിന് ചാറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. റീനെയിം ദംസെൽഫ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പേര് റീനെയിം ചെയ്യാം ഇപ്പോൾ വേണമെങ്കിലും. അതുപോലെ തന്നെ അൺമ്യൂട്ട് ദംസെൽഫ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അൺമ്യൂട്ടും അതുപോലെ തന്നെ മ്യൂട്ടും ആക്കാൻ വേണ്ടി സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് മാത്രമേ അവരെ അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ നമുക്ക് പാർട്ടിസിപ്പൻസിനെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് പാർട്ടിസിപ്പൻസ് കൊടുത്തിട്ട് നമുക്കിവിടെ നിന്ന് അവരെ റിമൂവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് മീറ്റിംഗ് ജോയിൻ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കൊരു മീറ്റിങ്ങിലോട്ട് ജോയിൻ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ജോയിൻ കൊടുക്കുക. നമുക്കൊരു മീറ്റിംഗ് ID സെലക്ട് ചെയ്യാം. നമുക്ക് വീഡിയോയും അതുപോലെ തന്നെ ഓഡിയോയും ഞാൻ ടേൺ ഓഫ് ചെയ്തു. നെയിം കൊടുത്തിട്ടുണ്ട്. ജോയിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. എനിക്ക് ആ മീറ്റിംഗ് IDയുടെ പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. കണക്റ്റായി. പക്ഷെ നമ്മൾ കണ്ടോ, അവർ വെയിറ്റിംഗ് റൂം എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റിംഗ് റൂമിനകത്ത് നിൽക്കുന്നത്. അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താവും, കണക്റ്റിംഗ് എന്ന് കാണിച്ച് നേരെ അവരെ മീറ്റിങ്ങിനകത്തോട്ട് ജോയിൻ ആവുകയും ചെയ്യും. നമ്മളിതിനകത്ത് കണ്ടൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പെർമിഷൻ തരുന്നില്ല. കണ്ടോ, ഹോസ്റ്റ് ഈസ് ഡിസേബിൾഡ് ദ സ്ക്രീൻ ഷെയറിംഗ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ സെക്യൂരിറ്റിക്കകത്ത് പോയിട്ട് അവിടെ ഹോസ്റ്റ് മീറ്റിംഗ് സെറ്റിങ്സിൽ ഓക്കെ, ഞാനിപ്പോൾ അതിനകത്ത് ഷെയർ സ്ക്രീൻ ഓൺ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ, നമ്മുടെ സ്ക്രീൻസ് ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ മ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കുണ്ട്. സോ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടോ അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സോ നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്യണമെങ്കിലും നമുക്ക് ഹോസ്റ്റിൻ്റെ പെർമിഷൻ ആവശ്യമാണ്. സോ ഹോസ്റ്റ് നമുക്ക് റെക്കോർഡിംഗ് പെർമിഷൻ തരികയാണെങ്കിൽ അലോ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, നമ്മൾ കൊടുത്തപ്പോൾ തന്നെ ഹോസ്റ്റ് അലോസ് ടു റെക്കോർഡ് ദിസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ആ റെക്കോർഡ് ചെയ്യുന്നത് പൗസ് ചെയ്യാം. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. നമ്മൾ വൺസ് ഈ മീറ്റിംഗ് എൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തത് MP4 ആയിട്ട് കൺവേർട്ട് ആകുന്നതായിരിക്കും. നമുക്കിവിടെയും പാർട്ടിസിപ്പൻറ്റ് ലിസ്റ്റ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റ് ആരാണെന്നും കൂടെ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹോസ്റ്റ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാനും പറ്റും. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ എന്നെ ഹോസ്റ്റ് ആക്കാൻ പോവുകയാണ്. കണ്ടോ, ഇവിടെ നിന്ന് ഹോസ്റ്റ് മാറി ഇനി ഇങ്ങോട്ടായിരിക്കും ഹോസ്റ്റ് വരുന്നത്. കണ്ടോ, യു ആർ ദ ഹോസ്റ്റ് നൗ. അതായത് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത ആൾ ഇനി ഇതിൽ നിന്ന് ലീവ് ചെയ്താലും നമുക്ക് മീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ഞാനാണ് ഇതിനകത്ത് പെർമിഷനൊക്കെ കൊടുക്കുന്നത്. ഇതിനകത്ത് സെക്യൂരിറ്റി എന്ന ടാബ് ഇത്ര നേരം നമുക്കില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് സെക്യൂരിറ്റി എന്ന ടാബ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മീറ്റിങ്ങിലോട്ട് ജോയിൻ ചെയ്യുന്നതും
ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളെ ഹോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളാണ് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തതുപോലുള്ള എഫക്റ്റും ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ കമൻസുകൾ ഞങ്ങളുടെ ചാനലിൽ ഈ വീഡിയോയുടെ അണ്ടറിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എനിവേ, താങ്ക് യു ഗൈസ്.